നമസ്കാരം ഗൈസ്. അപ്പോൾ റാപ്പർ വേടനെതിരെ വീണ്ടും രണ്ട് സ്ത്രീകളെ ലൈംഗിക അതിക്രമണത്തിനിരയായി എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ ഗെയിമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും. ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടാണ് വേടൻ നമുക്കിടയിൽ വളർന്നു വന്നത്. ഇപ്പോൾ ഈ ഒരു ഇടക്കാലത്താണ് ഇതുപോലെയുള്ള പീഡന കേസുകളും അതുപോലെ അതിക്രമ കേസുകൾ എന്ന് പറഞ്ഞുകൊണ്ട് തുടരെ വരാൻ തുടങ്ങിയത് വേടനെതിരെ. എന്നാൽ അതിനെ കുറച്ച് മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ വേടന് ചില വിഭാഗപ്പെട്ട അല്ലെങ്കിൽ ചില വിഭാഗത്തിലുള്ള മതങ്ങളെയും അല്ലെങ്കിൽ ആചാരങ്ങളെയും അല്ലെങ്കിൽ കുറച്ച് രാഷ്ട്രീയ പാർട്ടിയെയും പറ്റി ഒരു നിലപാട് ഉന്നയിച്ചിരുന്നു. അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില റാപ്പിലൂടെയും തന്നെ വരികളിലൂടെയും അതുപോലെ തന്നെ ഒരു നിലപാട് ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇതുപോലെയുള്ള കേസുകളും കാര്യങ്ങളും. ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഗെയിമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് അധികം ബുദ്ധിയുടെ ആവശ്യമില്ല. കാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇത്രയും കാലം ഈ സ്ത്രീകൾ എവിടെയായിരുന്നു? ഇദ്ദേഹം ഫെയിം ആയതിനു ശേഷമാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫെയിമായിട്ട് അത്യാവശ്യം കാലമായി. എന്നാൽ തൻ്റെ നിലപാടുകൾ ഒന്നൊന്നായി ഈ വിഭാഗപ്പെട്ടവർക്കെതിരെ പറഞ്ഞു തുടങ്ങിയത് ഈ ഒരു കുറഞ്ഞ കാലത്തിനിടയിലാണ്. അപ്പോൾ അതിന് ശേഷമാണ് വേടനെതിരെ തുടരെ ഇതുപോലെയുള്ള ഓരോ ആരോപണങ്ങളും വന്നു തുടങ്ങിയത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ നമുക്ക് അധികം ബുദ്ധിയുടെ ആവശ്യം